ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ എട്ടാമത്തെ ശ്ലോകമാണ്. സംഹിതാം ഭാഗവതിം കൃത്വ അനുക്രമ്യ ചാത്മജം ശുകമധ്യാപയാമാസ നിവൃത്തിനിരതം മുനി. സഹ സംഹിതാം ഭാഗവതിം കൃത്വ അനുക്രമ്യ ച ആത്മജം ശുകം അധ്യാപയാമാസ നിവൃത്തിനിരതം മുനി. അതായത് മഹാത്മാവായിട്ടുള്ള വ്യാസമുനി ശ്രീമദ് ഭാഗവതം രചിച്ചതിന് ശേഷം അതിനെ ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് ആണ് തൻ്റെ പുത്രനായിട്ടുള്ള ശുകദേവ ഗോസ്വാമിക്ക് അതിനെ കൊടുത്തത് എന്നാണ്. എന്നിട്ട് അതിനെ വേണ്ട വിധത്തിൽ പഠിപ്പിച്ചു. കാരണം ആത്മസാക്ഷാത്കാരത്തിൽ ആത്മീയമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള അവസ്ഥയിൽ ലയിച്ച് നിർവികൽപ്പ സമാധിയിലൊക്കെ ലയിച്ച് നിൽക്കുന്ന ആളാണ് ശുകദേവ ഗോസ്വാമി എന്നാണ്. ആ ശുകദേവ ഗോസ്വാമിക്കാണ് ശ്രീമദ് ഭാഗവതം വേദവ്യാസ മഹർഷി വ്യാസദേവൻ വളരെ കരുണയോടുകൂടി കൊടുത്തത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മസൂത്രത്തിൻ്റെ വേദാന്ത സൂത്രത്തിൻ്റെ ഒരു വ്യാഖ്യാനമായിട്ട് പറയും എന്നാണ്. ഇവിടെ ശൗനക മഹർഷി ചോദിക്കുന്നു സൂതനോട്, സവൈ നിവൃത്തിനിരത സർവത്രോപേക്ഷകോ മുനി കസ്യവാ ബൃഹതീമയതാം ആത്മാരാമ സമഭ്യസൽ. സ വൈ നിവൃത്തിനിരതഃ സർവത്ര ഉപേക്ഷകഃ ഹരി മുനി കസ്യ വാ ബൃഹതീം ഏതാം ആത്മാരാമഃ സമഭ്യസൽ. അതായത് ശൗനക ഋഷി സൂത ഗോസ്വാമിയോട് ചോദിക്കുകയാണ്, ശുകദേവ ഗോസ്വാമി എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരത്തിൽ ഉന്നതമായ തലത്തിലെത്തിയിട്ടുള്ള മഹാത്മാവാണല്ലോ. അപ്പോൾ കാരണം ആത്മാരാമനാണ് അദ്ദേഹം എന്നാണ് ശുകദേവ ഗോസ്വാമി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ശ്രീമദ് ഭാഗവതം പഠിക്കാൻ തയ്യാറായത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ സാധാരണ ആളുകൾ, അതായത് ജീവിതത്തിൽ ഉന്നതമായ തലത്തിലെത്തിയിട്ടുള്ളവർ, അവർ ആത്മസാക്ഷാത്കാരത്തിൽ എത്തിയിട്ടുള്ളവർ ഒരിക്കലും അവനവൻ്റെ ആ ഉന്നതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നതല്ലാതെ എത്തിയിട്ടുള്ളവർ ആ ഒരു ആനന്ദം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാറുണ്ട് എന്നാണ്. അതായത് കർമ്മികളായിട്ടുള്ള ആളുകൾ അവനവൻ്റെ സ്വന്തം ആഗ്രഹത്തിന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നു, ആഗ്രഹം സാധിപ്പിക്കാനായിട്ട്. എന്നാൽ ഭക്തന്മാരായിട്ടുള്ളവരങ്ങനെയല്ല, സ്വയം അനുഭവപ്പെടുത്തി മറ്റുള്ളവർക്ക് അതിനെ പകർന്നു കൊടുക്കുന്നു. സ്വയം ആത്മാരാമന്മാരായിട്ടുള്ളവർ വാസ്തവത്തിൽ ഭൗതികമായ സന്തോഷിക്കുന്ന ആളുകളിൽ നിന്നും വളരെയധികം നേരെ വിപരീതമായിട്ടുള്ളവരാണ് എന്നാണ്. ഇവിടെ ആ ശുകദേവ ഗോസ്വാമി അങ്ങനൊരു പരമഹംസന്മാരുടെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം പഠിക്കാനായിട്ട് ആഗ്രഹിച്ചത് എന്നാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ശ്രീമദ് ഭാഗവതം എന്നത് ഒരു ബിരുദാനന്തര ബിരുദം ആണ്. ആത്മാരാമന്മാർക്കുള്ള ബിരുദാനന്തര ബിരുദം എന്നാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എന്നാണ് പറയുന്നത് ശ്രീമദ് ഭാഗവതം. എല്ലാ വിധത്തിലുള്ള വൈദികമായ ജ്ഞാനത്തിലും കൂടെയും കടന്നു പോയിട്ടുള്ളവർക്ക് രസിക്കാൻ പറ്റുന്നതാണ് ഈ ശ്രീമദ് ഭാഗവതം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ്. ഇവിടെ സൂതൻ പറയുന്നു, ആത്മാരാമാശ്ച മുനയോ നിർഗ്രന്ഥ അപ്യുരുക്രമേ കുർവന്തിം ഭക്തിം ഇത്തം ഭൂതഗുണോഹരി. ആത്മാരാമന്മാരായിട്ടുള്ളവർ ച മുനയ മഹർഷിമാർ നിർഗ്രന്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ എല്ലാ വിധത്തിലുള്ള ഭൗതികമായ ബന്ധനങ്ങളിൽ നിന്നും മോചനം കിട്ടിയിട്ടുള്ളവരാണ്. എന്നാലും ഉരുക്രമേ സർവേശ്വരനായിട്ട് ഭഗവാനെ സേവിക്കാനായിട്ട് വളരെയധികം അവർ ഉത്സാഹിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്നാണ്. ഇത് ഭഗവാന്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു ഗുണമാണ് എന്നിവിടെ സൂചിപ്പിക്കുന്നു.
പ്രത്യേകിച്ചും ആത്മാരാമന്മാരായിട്ടുള്ളവർ എല്ലാ വിധത്തിലുള്ള ഭൗതികമായിട്ടുള്ള ബന്ധനങ്ങളിൽ നിന്നും മോചനം കിട്ടിയിട്ടുള്ളവരാണ്. അവർ ഭഗവാനോട് പരിശുദ്ധമായ സേവനം മാത്രം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ദിവ്യമായിട്ടുള്ള ഭഗവാന്റെ ഗുണങ്ങൾ ആത്മാരാമന്മാരായിട്ടുള്ളവരെ പോലും മുക്താത്മാക്കളെ പോലും ആകർഷിക്കുന്നു എന്നതാണ് ഇതിനുള്ള മറുപടി എന്നാണ്. ഈ ആത്മാരാമ എന്നുള്ള ഈ ഒരു ശ്ലോകത്തിനെ ചൈതന്യ മഹാപ്രഭു സാർവഭൗമ ഭട്ടാചാര്യയുടെ മുമ്പിൽ 64 വിധത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, 64 തരത്തിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നാണ്. വെറുമൊരു സാധാരണ ഒരു ചെറുപ്പായിട്ടുള്ള സന്യാസിയെ പോലെ തോന്നിക്കുന്ന മഹാപ്രഭുവിനെ കണ്ട സമയത്ത് സാർവഭൗമ ഭട്ടാചാര്യ ജ്ഞാനത്തിൻ്റെ ശങ്കര പരമ്പരയിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു സന്യാസിയാണ്. പിന്നെ പുരി മഹാക്ഷേത്രത്തിൻ്റെ ഒരു പുരോഹിതനും കൂടിയാണ് അദ്ദേഹം എന്നാണ്. അപ്പോൾ അദ്ദേഹം ഈ മഹാപ്രഭുവിനെ കണ്ട സമയത്ത് സാധാരണ ഒരു സന്യാസി എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിലെ ഈ ശ്ലോകത്തിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട്, എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാനായിട്ട് അപേക്ഷിച്ച സമയത്ത് അങ്ങയുടെ ആ സാക്ഷാത്കാരം എന്ത് എന്നുള്ളത് പറയൂ എന്ന് പറയുമ്പോൾ സാർവഭൗമ ഭട്ടാചാര്യ വളരെ വിശദമായിട്ട്, അതായത് ഈ ശ്ലോകത്തെക്കുറിച്ച് വിശദമായിട്ട് വേദാന്തപരമായിട്ട് വളരെ ഉന്നതമായ തലത്തിൽ ഇതിനെ വളരെ വിസ്തരിച്ച് പറഞ്ഞു. ഇത് കേട്ട സമയത്ത് മഹാപ്രഭു കുറേ സമയം, ചിലപ്പോൾ ദിവസങ്ങളോളം മൗനമായിട്ടിരുന്നു. അതിൻ്റെ ശേഷം അങ്ങ് എന്താ സംസാരിക്കാത്തത്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അങ്ങേക്ക് യോജിപ്പില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് മഹാപ്രഭു പറയുന്നു, എനിക്ക് മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും ഇതിനെ. ഭട്ടാചാര്യ പറഞ്ഞതിൻ്റെ ഒരു അണുപോലും അതിനെ സ്പർശിക്കാതെ തികച്ചും ഭക്തിപരമായിട്ടുള്ള ആ ഒരു മാർഗത്തിൽ കൂടെ 64 തരത്തിൽ ഈ ശ്ലോകത്തിനെ വ്യാഖ്യാനിച്ചു എന്നാണ്. ഇത് കേട്ട സമയത്ത് ഭട്ടാചാര്യ ആലോചിച്ചു, ഇങ്ങനെ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാനായിട്ട് മഹാദേവന് പോലും പറ്റില്ല, ബ്രഹ്മാവിന് പറ്റില്ല, മഹാവിഷ്ണുവിന് പറ്റില്ലല്ലോ, ആരാണാവോ ഇദ്ദേഹം എന്ന് വിചാരിച്ച് അത്ഭുതത്തോടു കൂടെ നോക്കുമ്പോഴാണ് സാർവഭൗമ ഭട്ടാചാര്യയുടെ മുമ്പിൽ ഭഗവാൻ ആദ്യം മഹാവിഷ്ണുവായിട്ട് ദർശനം കൊടുത്തു, പിന്നെ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ദർശനം കൊടുക്കുന്നു, 6 കൈകളായിട്ട് ദർശനം കൊടുക്കുന്നു. അത്ഭുതത്തോടു കൂടെ നോക്കുന്നു ഭട്ടാചാര്യ പാദത്തിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് ആ മഹാപ്രഭുവിനെ കുറിച്ച് 200 ശ്ലോകങ്ങൾ അദ്ദേഹത്തിന് എഴുതി, എന്നിട്ട് ആ ശ്ലോകങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ സമർപ്പിച്ചു എന്നാണ്. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ശ്ലോകം എന്നുള്ള നിലയ്ക്ക് മഹാപ്രഭുവിൻ്റെ ആ ഒരവസ്ഥ എന്ത് എന്നുള്ളത് ലോകത്തിന് പ്രദർശിപ്പിച്ചു കൊടുത്ത ആ നിലയ്ക്ക് ഈ ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണ്. ആത്മാരാമാശ്ച മനയോ നിർഗ്രന്ഥാപ്യുരുക്രമേ കുർവൻ അഹേതുകിം ഭക്തിം ഇത്തം ഭൂതഗുണോഹരി എന്നുള്ളത്. അതായത് ഭഗവാന്റെ അത്യത്ഭുതമായിട്ടുള്ള ഗുണങ്ങളാണ് ആത്മാരാമന്മാരെ പോലും ഭഗവാനിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്നാണ്. ശിവദേവ ഗോസ്വാമിയെ പോലും ആകർഷിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ മറ്റുള്ളവരെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്നാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ. ഹരേർഗുണാക്ഷിപ്തമതി 11ാമത്തെ ശ്ലോകം. ഹരേർഗുണാക്ഷിപ്തമതിർ ഭഗവാൻ ബാധരായണേ അധ്യകാൻ മഹദാഖ്യാനം നിത്യം വിഷ്ണുജനപ്രിയ. ഹരേഹേ ഗുണ ആക്ഷിപ്തമതി ഭഗവാൻ ബാധരായണേ അധ്യകാൽ മഹദ് ആഖ്യാനം നിത്യം വിഷ്ണുജനപ്രിയ. അതായത് ശുകദേവ ഗോസ്വാമിക്ക് ആത്മീയമായിട്ടുള്ള ആ പവർഫുള്ളായിട്ടുള്ള അവസ്ഥ മാത്രമല്ല ഉള്ളത്, അദ്ദേഹം ഭഗവാന്റെ ഭക്തന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്തനും കൂടിയാണ്, ഒരു മഹർഷിയും കൂടിയാണ് ശുകദേവ ഗോസ്വാമി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭക്തന്മാർക്കും പ്രിയപ്പെട്ട ആളാണ് ശുകദേവ ഗോസ്വാമി. ശുകദേവ ഗോസ്വാമിയെ നോക്കിയാൽ തന്നെ ഭക്തന്മാരോടും എന്തെന്നില്ലാത്ത പ്രത്യേകത ഉണ്ട് എന്നാണ്. അപ്പോൾ അവിടെ ദിവ്യമായിട്ടുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള ആളും പിന്നെ ഭക്തിയുടെ പരിപൂർണമായിട്ടുള്ള അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തന്മാർക്ക് പ്രിയപ്പെട്ട ആളാണ്. അതുകൊണ്ടാണ് ഇതിന്
ഈ ഈ ശ്രീമദ് ഭാഗവതം പഠിക്കാനും ഉപദേശിക്കാനും തയ്യാറായത് എന്ന് സൂചിപ്പിക്കുന്നു. അതായത് വ്യാസദേവനെ പോലെയുള്ള പരിശുദ്ധ ഭക്തന്മാരായിട്ടുള്ള ആ ഒരു ബന്ധം കൊണ്ട് ഈ ശ്രീമദ് ഭാഗവതത്തിലേക്ക് ശുകദേവ ഗോസ്വാമി ആകർഷിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ നാരദ മഹർഷിയുടെ ആ ഒരു കരുണ അതുകൊണ്ടാണ്, ഒരു സംഘം കൊണ്ടാണ് വ്യാസദേവന് ശ്രീമദ് ഭാഗവതം വിശേഷപ്പെട്ട ഈ ഗ്രന്ഥം രചിക്കാൻ സാധിച്ചത് എന്നാണ്. അതുകൊണ്ട് തന്നെ വ്യാസദേവൻ്റെ എന്തെന്നില്ലാത്ത കരുണ കൊണ്ടാണ് ശുകദേവ ഗോസ്വാമിക്ക് ശ്രീമദ് ഭാഗവതത്തിനെ ഉൾക്കൊള്ളാനും അത് ഉപദേശിക്കാനും സാധിച്ചത് എന്നാണ്. അതുകൊണ്ട് ഈ ഒരു ദിവ്യമായിട്ടുള്ള ഈ ഒരു ഗ്രന്ഥം എന്നത് ശുകദേവ ഗോസ്വാമി ശുകദേവ ഗോസ്വാമി എപ്പോഴാണ് അവിടുന്ന് ഉപദേശിച്ചത്? ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വിരക്തനാണ്, സ്വതവേ തന്നെ അവിടുന്ന് വിരക്തനാണ്. അപ്പം പൂർണ്ണമായിട്ടും ആ അവ്യക്തിഗത ബ്രഹ്മത്തിലേക്ക് ലയിച്ച ആ ഒരു സന്ദർഭത്തിലാണ് ശ്രീമദ് ഭാഗവതത്തിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും സാധിച്ചത് എന്നാണ്. അപ്പോൾ അതിനേക്കാൾ അവ്യക്തിഗതമായിട്ടുള്ള ബ്രഹ്മത്തിൽ ലയിക്കുന്നതിനേക്കാളും കൂടുതൽ ആനന്ദമാണ് ഭഗവാൻ ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകങ്ങൾക്ക് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ശുകദേവ ഗോസ്വാമി വേദവ്യാസ മുനിയിൽ നിന്ന് ശ്രീമദ് ഭാഗവതം സ്വീകരിച്ചത് എന്ന് സൂചിപ്പിക്കുന്നു ഇവിടെ. 12ാമത്തെ ശ്ലോകം. പരീക്ഷിതോഥ രാജർഷേർജന്മകർമ്മ വിലാപനം സംസ്ഥാം ച പാണ്ഡുപുത്രാണാം ഭക്ഷ്യേ കൃഷ്ണകഥോദയം. പരീക്ഷിത് അഥ രാജർഷേः ജന്മകർമ്മ വിലാപനം സംസ്ഥാം ച പാണ്ഡുപുത്രാണാം ഭക്ഷ്യേ കൃഷ്ണകഥോദയം. എന്തുകൊണ്ടാണ് പരീക്ഷിത്ത് ശ്രീമദ് ഭാഗവതം കേൾക്കാനായിട്ട് ആഗ്രഹിച്ചത് എന്ന ചോദ്യത്തിന് മറുപടിയാണ് ഇവിടെ പറയാനായിട്ട് പോണത് എന്നാണ്. പരീക്ഷിത്ത്, അതായത് ശൗനക മഹർഷിയോട് സൂത ഗോസ്വാമി മറുപടി പറയുന്നു, ഞാൻ വിശേഷപ്പെട്ട ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് പോവുകയാണ് എന്നാണ്. അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കരുണയെക്കുറിച്ചിട്ട്, അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള പരീക്ഷിത്ത് രാജാവിനോട് ഭഗവാൻ ചെയ്തിട്ടുള്ള അത്ഭുതമായിട്ടുള്ള കരുണയെക്കുറിച്ചിട്ട്, പിന്നെ സംസ്ഥാംജ പാണ്ഡുപുത്രാണാം പാണ്ഡവന്മാർ ഈ പരീക്ഷത്തിന് രാജ്യഭാരം ഏൽപ്പിച്ച് അവിടുന്ന് തിരിച്ച് പോയിട്ടുള്ളത് അതാണ്. അവിടുന്ന് തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് അവർ പോയിട്ടുള്ളത്. ആ കഥയെക്കുറിച്ചിട്ടെല്ലാം ഞാനിവിടെ പറയാം എന്നാണ് സൂത ഗോസ്വാമി ശൗനക മഹർഷിയോട് പറയുന്നത്. കാരണം ശ്രീമദ് ഭാഗവതം ആരംഭിക്കണമെങ്കിൽ ഈ ശ്രീമദ് മഹാഭാരത കഥകളുടെ അവസാനം വെച്ച് തന്നെ തുടങ്ങേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ്. മഹാഭാരതം എന്നുള്ളത്, അതായത് പുരാണങ്ങൾ, മഹാഭാരതം, ഇതെല്ലാം ഒരു സാധാരണ ഒരു കഥകളാണെന്ന് വിചാരിച്ചു പോകരുത്. ഇതെല്ലാം ഭഗവാനായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതം ഒരു പുരാണമാണ്. പക്ഷേ പ്രധാനപ്പെട്ടൊരു പുരാണം എന്ന് പറയാൻ കാരണം എന്താണ്? ശ്രീമദ് ഭാഗവതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് അതിൻ്റെ കേന്ദ്രബിന്ദു എന്നുള്ളത് കൊണ്ട് ശ്രീമദ് ഭാഗവതം വളരെയധികം പ്രധാനപ്പെട്ട പുരാണമാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നു, ശ്രീമദ് ഭാഗവതത്തിനെ അമലപുരാണം എന്നാണ് ശ്രീമദ് ഭാഗവതത്തിനെ വിശേഷിപ്പിക്കുന്നത് എന്നാണ്. അപ്പോൾ ലെസ് ഇന്ത്യൻ ഡിവോട്ടീസ് ശ്രീമദ് ഭാഗവത പുരാണ ഹു ഡിസയർ
അഡ്വാൻസ് ആക്ടിവിസ്റ്റ് 10th കാൻഡോ. അപ്പോൾ ബുദ്ധിയില്ലാത്ത ആളുകൾക്ക്, വേണ്ട വിധത്തിൽ ബുദ്ധിയില്ലാത്ത ആളുകൾക്ക് ശ്രീമദ് ഭാഗവതത്തിലെ ആ ദശമസ്കന്ധത്തിനോട് പെട്ടെന്ന് ആകർഷണം തോന്നും. എന്നിട്ട് ആ ദശമസ്കന്ധത്തിലെ കഥകളൊക്കെ, പ്രത്യേകിച്ച് രാസലീല മുതലായിട്ടുള്ള കഥകളൊക്കെ ഭൗതികത കലർന്നുകൊണ്ട് വ്യാഖ്യാനിക്കും. അങ്ങനെ പോരാ ഭാഗവതം പഠിക്കാമെന്നാണ് പറഞ്ഞത്. ആദ്യം മുതൽക്ക് തന്നെ ആ പ്രഥമസ്കന്ധം മുതൽക്ക് തന്നെ ശ്രദ്ധയോടുകൂടെ അത് ഒരു യഥാർത്ഥത്തിലുള്ള ഒരു റിയൽ സോഴ്സിൽ നിന്ന്, യഥാർത്ഥത്തിലുള്ള ഒരു ഭഗവാനോട് പൂർണ്ണമായും ശരണാഗതി പ്രാപിച്ചിട്ടുള്ള ഒരു ഭക്തനിൽ നിന്ന് വേണം ശ്രീമദ് ഭാഗവതം ആദ്യം മുതൽക്ക് കേൾക്കാനും പഠിക്കാനും എന്നാണ്. എന്നാൽ മാത്രമേ ദശമസ്കന്ധത്തിൽ എത്തുന്ന സമയത്ത് അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളാൻ ആ സാധകന് സാധിക്കുന്നുള്ളൂ എന്നാണ്. നമ്മൾ no one should try to go into the matter's 10th canto without having thoroughly understood the purport of the order of 9 cantos. അതായത് നവമസ്കന്ധം വരെയുള്ള കഥകളിൽ കൂടെ, ആശയങ്ങളിൽ കൂടെ നമ്മൾ സഞ്ചരിച്ചാലല്ലാതെ ദശമസ്കന്ധത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മൾക്കൊരിക്കലും അർഹതയില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു നമ്മൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് വേണ്ട വിധത്തിലായി തീരില്ല നമ്മളുടെ ധാരണ എന്നും ആചാര്യന്മാർ ഇവിടെ പറയുന്നുണ്ട്. 13-14 ശ്ലോകങ്ങളാണ് ഇനി. യഥാമൃതേ കൗരവസൃഞ്ജയാനാം വീരേഷ്വധോ വീരഗതിം ഗതേഷു ദൃകോദരാവിദ്യഗദാഭിമർശഭഗ്നോരുദണ്ഡേ ധൃതരാഷ്ട്രപുത്രേ ഭർത്തുപ്രിയം ദവണിരിതി സ്മ പശ്യൻ കൃഷ്ണാസുതാനാം സ്വപതാം ശിരാംസി ഉപാഹരിൽ വിപ്രിയമേവ തസ്യ ജുഗുപ്സിതം കർമ്മ വിഗർഹയന്തി. ഒന്നുകൂടി വായിക്കാം. യഥാമൃതേ കൗരവസൃഞ്ജയാനാം വീരേഷ്വധോ വീരഗതിം ഗതേഷു വൃകോദരാവിദ്ധഗദാഭിമർശഭഗ്നോരുദണ്ഡേ ധൃതരാഷ്ട്രപുത്രേ ഭർത്തുപ്രിയം ദവണിരിതി സ്മ പശ്യൻ കൃഷ്ണാസുതാനാം സ്വപതാം ശിരാംസി ഉപാഹരൽ വിപ്രിയമേവ തസ്യ ജുഗുപ്സിതം കർമ്മ വിഗർഹയന്തി. അതായത് യഥാ മൃധേ കൗരവ സൃഞ്ജയാനാം വീരേഷു അഥോ വീരഗതിം ഗതേഷു വൃകോദര ആവിദ്ധ ഗദാ അഭിമർശ ഭഗ്ന ഊരുദണ്ഡേ ധൃതരാഷ്ട്രപുത്രേ ഭർത്തുഃ പ്രിയം ദ്രൗണിഃ ഇതി സ്മ പശ്യൻ കൃഷ്ണാസുതാനാം സ്വപതാം ശിരാംസി ഉപാഹരൽ വിപ്രിയം ഏവ തസ്യ ജുഗുപ്സിതം കർമ്മ വിഗർഹയന്തി. അതായത് മഹാഭാരത യുദ്ധം ഏകദേശം കഴിഞ്ഞു. അവസാന നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. ആ യുദ്ധത്തിൽ അനവധി കൗരവന്മാരും പാണ്ഡവന്മാരും ആ യുദ്ധത്തിൽ അനേകം ആളുകൾ അവിടെ വധിക്കപ്പെട്ടു. പറയണത് 6 കോടി ആളുകളാണത്രേ അവിടെ വധിക്കപ്പെട്ടത് ആ യുദ്ധത്തിൽ എന്നാണ് പറയണത്. 6,40,00,000 ആളുകളാണ് അവിടെ വധിക്കപ്പെട്ടത് എന്നാണ് പറയുന്നത്. ഒരുപാട് ആയിരക്കണക്കിന് ആളുകളെ മിസ്സിങ് ആയി അവിടെ. അത്രയും വലിയൊരു യുദ്ധം എന്നാണ് പറയുന്നത്. യുദ്ധം ഏകദേശം അവസാനിച്ചു എന്ന് തന്നെ പറയാം എന്നാണ്. അപ്പോൾ ധൃതരാഷ്ട്രരുടെ അതാണ് വൃകോദരാവിദ്ധ ഗദാഭിമർശഭഗ്നോരുദണ്ഡേ ധൃതരാഷ്ട്രപുത്രി. അതിൻ്റെ അവസാനത്തെ ആ ഘട്ടത്തിലാണ് ഭീമസേനും ദുര്യോധനും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം ഉണ്ടായി എന്നാണ് പറയണത്. ഇവിടെ നമ്മൾക്ക് ഒരു കഥ, ഒരു സംഭവം നമ്മൾക്ക് ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഗാന്ധാരി എന്നുള്ള കഥാപാത്രം പതിവ്രതയാണ്. ഗാന്ധാരി അത്രയും ശക്തി ഗാന്ധാരിയുടെ ആ തപസ്സിനുണ്ടെന്നാണ് പറയണത്. വിവാഹത്തിൻ്റെ സമയത്ത് ആ ഗാന്ധാര നരേശൻ ആണ് ഈ ഗാന്ധാരിയുടെ സുബലൻ എന്നുള്ള രാജാവാണ് ഗാന്ധാരിയുടെ അച്ഛൻ എന്നാണ്. അപ്പോൾ വിവാഹത്തിൻ്റെ ആ സമയത്ത് തൻ്റെ ഭർത്താവിന് അന്ധനാണ് എന്ന് മനസ്സിലാക്കിയതോടു കൂടിയിട്ട് അന്ന് ഗാന്ധാരി തൻ്റെ ആ കണ്ണുകൾ കെട്ടിയതാണ്. 2 കണ്ണുകളെ മൂടിക്കെട്ടി. തൻ്റെ ഭർത്താവിനില്ലാത്ത സുഖം തനിക്കും ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ആ ശ്രദ്ധ, നമ്മളുടെ ആ ശക്തികളൊക്കെ മിക്കവാറും കണ്ണിൽ കൂടെ ചെവിയിൽ കൂടെ ചോർന്നു പോകുക എന്നാണ് പറയണത്.
പല ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. അപ്പോൾ കാണുന്ന സമയത്ത് നമ്മളുടെ ആ കണ്ണുകളുടെ ശക്തി, ആ പവർ നഷ്ടപ്പെട്ടു പോവുക ചെയ്യണത്. കാരണം അത് കാണുന്നതോടുകൂടി മനസ്സ് ആ കാഴ്ചകളിലേക്ക് പോകുന്നു. ഭൗതികമായിട്ടുള്ള കാഴ്ചകൾ കാണുന്ന കണ്ണ് അതിലേക്ക് മറ്റുള്ള ഇന്ദ്രിയങ്ങളെല്ലാം അധപ്പതിപ്പിക്കുന്നു എന്നാണ് പറയണത്. അപ്പോൾ നമ്മളുടെ ആ ശക്തികൾ കണ്ണിൽ അതിഭയങ്കരമായിട്ടുള്ള പവറുണ്ട് കണ്ണിൽ. ആ പവർ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യണത്. അപ്പോൾ ഗാന്ധാരി തൻ്റെ വിവാഹ ജീവിതത്തിൽ ഇന്നേ വരെ തൻ്റെ ഭർത്താവിൻ്റെ മുഖം കണ്ടിട്ടില്ല, തൻ്റെ കുട്ടികളുടെ മുഖം കണ്ടിട്ടില്ല. ഗാന്ധാരി തൻ്റെ ആ കണ്ണുകളെ മൂടിക്കെട്ടിയിരിക്കുകയാണ് എന്നാണ്. മഹാഭാരത യുദ്ധം നിശ്ചയിച്ച് അതിൻ്റെ ആ യുദ്ധത്തിൻ്റെ ആ അവസാന ഘട്ടത്തിലാണ് ദുര്യോധനൻ തൻ്റെ അമ്മയുടെ അടുത്ത്, ഗാന്ധാരിയുടെ അടുത്ത് വരുന്നത്. എന്തിന്? വിജയത്തിന് വേണ്ടി അമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് വരുന്നത് എന്നാണ്. ഗാന്ധാരി പറയുന്നു ദുര്യോധന, ഞാൻ എന്നെ ഇതേവരെ കണ്ടിട്ടില്ല, ഞാൻ എന്നെ കാണാം. നീ എങ്ങനെയാണോ ജനിച്ചത് അതേപോലെ നിർവസ്ത്രനായിട്ട്, വസ്ത്രങ്ങളില്ലാതെ വേണം എൻ്റെ മുമ്പിൽ വരാൻ എന്നുള്ളത്. അപ്പോൾ ദുര്യോധനൻ തയ്യാറായി. കാരണം ദുര്യോധനൻ എങ്ങനെയും ജയിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്നാണ്. അപ്പോൾ ദുര്യോധനൻ അതിന് തയ്യാറായി. ദുര്യോധനൻ കുളിച്ച് രാത്രി സമയത്താണ് ദുര്യോധനൻ, ആരും കാണാതെ ദുര്യോധനൻ വരികയാണ്. ഭഗവാൻ അന്തര്യാമിയാണല്ലോ, ഭഗവാൻ ഇതെല്ലാം അറിയാം. ശ്രീകൃഷ്ണ ഭഗവാൻ ഇതെല്ലാം അറിഞ്ഞു കാര്യങ്ങൾ. വഴിയിൽ ഭഗവാൻ കണ്ടു. ഭഗവാൻ ചോദിച്ചു ദുര്യോധന, നീ എന്താണ് ഈ രൂപത്തിലൊരു പോക്ക് ചോദിക്കുന്നു? കുളിച്ചിട്ട് എവിടേക്കാണ് പോണത് ചോദിച്ചു. ദുര്യോധനൻ പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണത്. അയ്യയ്യേ, ഇങ്ങനെയാണ് പോണത്? അതെ, അമ്മ എങ്ങനെ ചെല്ലാൻ പറഞ്ഞു ദുര്യോധനൻ. എങ്ങനെയാണ് പോവുക ദുര്യോധന? അന്ന് ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് കുട്ടികളെ എടുക്കാറുണ്ട് അമ്മമാർ. പക്ഷേ ഇത്രയും 10, 45, 50 വയസ്സായിട്ട് അമ്മയുടെ മുമ്പിൽ പോവാൻ നാണല്ലേ ദുര്യോധന? ഭഗവാൻ പരിഹസിച്ചു ദുര്യോധനൻ ആ അരയുടെ ഭാഗം മാത്രം ഒന്ന് മറച്ചു. എന്നിട്ടാണ് അത്രേ ഗാന്ധാരിയുടെ അടുത്ത് പോയത് എന്നാണ്. ഗാന്ധാരിയുടെ അടുത്ത് പോയി ഗാന്ധാരി തൻ്റെ കണ്ണിൻ്റെ കെട്ടഴിച്ചു. ദുര്യോധനെ നോക്കി എന്നാണ് പറയണത്. അതിഭയങ്കരമായുള്ള ശക്തി ഉണ്ട് ഗാന്ധാരിയുടെ ദൃഷ്ടികൾക്ക്. കാരണം ഗാന്ധാരി തൻ്റെ ആ കണ്ണുകൾ മറ്റൊരു കാര്യത്തിനായിട്ട് ഉപയോഗിച്ചില്ല, ഭൗതികമായി ഒന്നും കാണാൻ ഉപയോഗിച്ചില്ല എന്നാണ്. അപ്പോൾ ഗാന്ധാരിയുടെ കണ്ണിൽ നിന്നും തീവ്രമായിട്ടുള്ള തേജസ് ദുര്യോധനയിലേക്ക് വന്നു. അതോടുകൂടി ദുര്യോധനൻ്റെ ശരീരം മുഴുവൻ തല മുതൽ കാലിൻ്റെ അടിഭാഗം വരെ ഇരുമ്പ് പോലെ കരുത്തുറ്റതായിട്ട് മാറി എന്നാണ്. അപ്പോൾ ഈ ഭീമനും ദുര്യോധനൻ തമ്മിലുള്ള യുദ്ധത്തിൽ ദുര്യോധനെ ഭീമസേനൻ തൻ്റെ ഗത കൊണ്ട് ആ തലക്കൊക്കെ അടിക്കുന്ന സമയത്തും തലയ്ക്ക് യാതൊരു കേടും പറ്റണില്ല. ആ അടി ഭീമസേനൻ്റെ അടി ആ തലയിൽ കൊള്ളണേയില്ല, ദുര്യോധൻ്റെ തലയിൽ. കാരണം അത്രയും കരുത്ത് ഉരുക്ക് പോലുള്ള ശരീരമാണ് ഇപ്പോൾ ദുര്യോധൻ്റെ എന്നാണ്. അപ്പോൾ ഈ യുദ്ധങ്ങളെ കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ഭീമസേനൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്താണ് ഇനി വേണ്ടതെന്നുള്ള ഭാവത്തിലാണ് തിരിഞ്ഞു നോക്കണത്. ഏതായാലും ദുര്യോധൻ്റെ ഗതയുടെ അടിയേറ്റിട്ട് ഭീമസേന ഏകദേശം ക്ഷീണമായി തുടങ്ങിയെന്ന് മനസ്സിലായി ഭഗവാൻ. ആ സമയത്ത് ഭഗവാൻ കാലിലെ തുടകൽ പതുക്കെ ഒന്ന് ഭഗവാൻ എങ്ങനെ അടിച്ചുകൊണ്ട് അഭിനന്ദിക്കും പോലെ ഇരുന്നു എന്നാണ് പറയണത്. കാരണം ദുര്യോധനൻ വലിയൊരു അധർമ്മം ചെയ്തിട്ടുണ്ട്. പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് ദുര്യോധനൻ ഉറക്കെ അലറിക്കൊണ്ടൊരു കാര്യം അവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനി പാഞ്ചാലി ഞങ്ങളുടെ ദാസിയാണ്, എൻ്റെ ഈ തുടയിൽ ഇവിടെ വന്നിരിക്കട്ടെ എന്ന്. നീ പൂർണ്ണ നഗ്നയായിട്ട് എൻ്റെ കാലിൽ വന്ന് എൻ്റെ മടിയിൽ വന്നിരിക്കുക എന്നാണ് ദുര്യോധനൻ പറയണത്. അന്ന് ഭീമസേനൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ദുര്യോധനെ ഞാൻ കൊല്ലും എന്നുള്ളത്. പക്ഷേ കൊല്ലാൻ സാധിക്കേണ്ടേ, പ്രതിജ്ഞ എങ്ങനെയായാലും നടക്കണില്ല ഭീമസേനന് തോന്നി. അതോടുകൂടി ഭഗവാൻ കൈകൊണ്ട് പതുക്കെ കാണിച്ചു കൊടുത്ത സമയത്ത് ആ ദുര്യോധനെ ഭീമസേനൻ ആ തുടയിൽ അടിച്ചു. കാരണം ഈ തുടയിലെ വസ്ത്രമുള്ള ഭാഗത്ത് മാത്രം ആ ശക്തി, ഗാന്ധാരിയുടെ ആ ദൃഷ്ടിയുടെ ശക്തി പതിഞ്ഞില്ല എന്നാണ്. അതുകൊണ്ടാണ് അത്രേ ആ ദുര്യോധൻ്റെ തുടയിലടിച്ചത്. ആ തുട അങ്ങനെ പൊളിഞ്ഞ് മരണത്തിനെ പ്രതീക്ഷിച്ച് കിടക്കുകയാണെന്നാണ് പറയണത്. ഇത്
തൻ്റെ യുദ്ധക്കളത്തിൽ ഇങ്ങനെ ദുര്യോധനൻ കിടക്കുന്നത് കണ്ട സമയത്ത് ദ്രോണാചാര്യൻ്റെ പുത്രനായ അശ്വത്ഥാമാവിന് അത് സഹിക്കാൻ സാധിച്ചില്ല. അതാണ് ഭർത്തൃപ്രിയം ദ്രവണിരിസ്മപശ്യൻ കൃഷ്ണാസുതാനാം സ്വപതാം ശിരാംസി ഉപാഹരൽ വിപ്രിയമേവ തസ്യ ജുഗുപ്സിതം കർമ്മ വിഗർഹയന്തി. അതായത് തൻ്റെ യജമാനനായിട്ടുള്ള ദുര്യോധനന് എന്തെങ്കിലും ഒരു നല്ല കാര്യം, സന്തോഷമുള്ള കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് യുദ്ധം കഴിഞ്ഞ് അപായ ഭീതി ഒഴിഞ്ഞുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന പാഞ്ചാലിയുടെ പുത്രന്മാർ, പിന്നെ കുറേ സൈന്യങ്ങൾ അർദ്ധരാത്രി സമയത്ത് അശ്വത്ഥാമാവ് ഈ കുട്ടികളെ വന്ന് വളരെ നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാണ്. ഇത് ഒരാളും ദുര്യോധനനെ പോലും ഇങ്ങനെയുള്ള പൈശാചികമായിട്ടുള്ള ഈ ഒരു പ്രവൃത്തി ദുര്യോധനന് പോലും ഇഷ്ടപ്പെട്ടില്ല. ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ദുര്യോധനന് പോലും അത് തൃപ്തികരമായി തോന്നിയില്ല. അശ്വത്ഥാമാവ് വേണ്ടില്ലായിരുന്നു ഇത് എന്നുള്ളൊരു ഭാവമാണ് ദുര്യോധനനുണ്ടായത് എന്നാണ്. അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറയുന്നത് എന്താണ്? എല്ലാവരും ഈ കൃഷ്ണകഥകൾ തുടങ്ങുകയാണ് ഇവിടെ. ഇതാണ് ഭഗവത്ഗീത എന്നത് കൃഷ്ണകഥ തന്നെയാണ്. ഭഗവാൻ പറയുന്നു ഭഗവാനെക്കുറിച്ചിട്ട്. എന്നാൽ ഭാഗവതാണെങ്കിൽ ഭക്തന്മാർ ഭഗവാനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഭക്തന്മാർ പറയുന്നതിന് ഭഗവത്ഗീതയും ഭാഗവതും ഒരേ പ്രാധാന്യത്തോടു കൂടെയാണ് ഈ ലോകത്തിനെ അനുഗ്രഹിക്കാനായിട്ട് ഒരു വിശേഷപ്പെട്ട അവതാരം പോലെ തന്നെയാണത് എന്നാണ്. അപ്പോൾ രണ്ടും കൃഷ്ണകഥകളാണ് എന്നാണ്. അതുകൊണ്ട് ആദ്യം ഭഗവത്ഗീതയെക്കുറിച്ചിട്ട് പഠിക്കുക, പിന്നെ ശ്രീമദ് ഭാഗവതത്തിനെക്കുറിച്ച് പറയുക എന്നാണ്. അപ്പോൾ ഈ ഒരു ഭാരതഭൂമിയിൽ ജനിച്ചിട്ടുള്ളവരെല്ലാവരും ഇതിനെ ഗൗരവതരമായിട്ടെടുത്തിട്ട് കൃഷ്ണകഥകളെയും ഭഗവത്ഗീതയും ഭാഗവതത്തിനെയും വളരെ ഗൗരവമായിട്ടുള്ള കാര്യമായി എടുത്തുകൊണ്ട് അതിനെ മനസ്സിലാക്കിയിട്ട് സ്വയം സാക്ഷാത്കരിച്ച് മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ കൊടുക്കേണ്ടത് ഭാരതത്തിലുള്ള ഓരോരുത്തരുടെയും കടമയാണത് എന്ന് ചൈതന്യ മഹാപ്രഭു പറയാറുണ്ട് എന്നാണ്. 15ാമത്തെ ശ്ലോകം. മാതാ ശിശൂനാം നിധനം സുതാനാം നിശമ്യഘോരം പരിതപ്യമാന തദാരുതൽ ബാഷ്പബലകലാകുലാക്ഷേത്താം സാന്ത്വയന്നാഹ കിരീടമാലി. മാതാ ശിശൂനാം നിധനം സുതാനാം നിശമ്യഘോരം പരിതപ്യമാനാം തദാരുതൽ ബാഷ്പകലാകുലാക്ഷേത്താം സാന്ത്വയന്നാഹ കിരീടമാലി. മാതാ അതായത് ശിശൂനാം നിധനം സുതാനാം നിശമ്യ ഘോരം പരിതപ്യമാന തദാ ആരുതൽ ബാഷ്പകല ആകുല അക്ഷി താം സാന്ത്വയൻ ആഹ കിരീടമാലി. ഈ 5 കുട്ടികളുടെയും അമ്മയാണ് ദ്രൗപദി ദേവി. പാണ്ഡവന്മാരിൽ ഓരോരുത്തരിലും പാഞ്ചാലിക്ക് ദ്രൗപദിക്ക് ഓരോ പുത്രന്മാരുണ്ട്, 5 പുത്രന്മാർ. ഈ വീരപുത്രന്മാരാണ് ഇവർ എന്നാണ്. ഈ കുട്ടികൾ എല്ലാവരും ഇങ്ങനെ കൊല ചെയ്യപ്പെട്ടു എന്ന് കേട്ട സമയത്ത് പാഞ്ചാലിക്ക് സഹിക്കാൻ സാധിച്ചില്ല. കണ്ണീരോടുകൂടി അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ദ്രൗപദി വരുന്ന സമയത്ത് ദ്രൗപദിയെ സമാധാനിപ്പിക്കുന്നു. അർജുനൻ സമാധാനിപ്പിക്കുന്നു. ഇപ്രകാരം സമാധാനിപ്പിച്ചു എന്നാണ്. 16ാമത്തെ ശ്ലോകം. തദാ ശുചസ്തേ പ്രമൃജാമി ഭദ്രേ യൽ ബ്രഹ്മബന്ധോ ശിര ആതതായിന ഗാണ്ഡീവമുക്തൈർ വിശിഖൈരുപാഹരേത്വാക്രമ്യ യൽ സ്നാസ്യസി ദഗ്ധപുത്രാം. തദാ ശുചഃ തേ പ്രമൃജാമി ഭദ്രേ യദ് ബ്രഹ്മബന്ധോ ശിര ആതതായിനഃ ഗാണ്ഡീവമുക്തൈഃ വിശിഖൈഃ ഉപാഹരേ ത്വാം ആക്രമ്യ യൽ സ്നാസ്യസി ദഗ്ധപുത്ര. തദാ ശുചഃ തേ പ്രമൃജാമി ഭദ്രേ യദ് ബ്രഹ്മബന്ധോ ശിര ആതതായിനഃ ഗാണ്ഡീവമുക്തൈഃ വിശിഖൈഃ ഉപാഹരേ ത്വാ ആക്രമ്യ
യൽ സ്നാസ്യസി ദഗ്ധപുത്ര. ഇവിടെ ദ്രൗപദിയോട് അർജുനൻ പറയുകയാണ്, അല്ലയോ ദ്രൗപദി, അതാണ് ഞാൻ ഈ അശ്വത്ഥാമാവിൻ്റെ, ആരാണോ ഈ കുട്ടികളെ കൊന്നത്, ആളുടെ തല ഞാൻ കൊണ്ടുവന്ന് വരും. എൻ്റെ ഗാണ്ഡീവ എന്നുള്ള ആ വില്ലിൽ നിന്നും പാശുപതാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആ ആളുടെ തല എടുക്കും, തല മുറിക്കും. എന്നിട്ട് ഞാൻ പാഞ്ചാലിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരും. എന്നിട്ട് ഞാൻ പാഞ്ചാലിയുടെ ദുഃഖം ഇല്ലാതാക്കി തീർക്കും, ദ്രൗപദിയുടെ ദുഃഖം ഞാൻ ഇല്ലാതാക്കി തീർക്കും. പിന്നെ ഈ കുട്ടികളുടെ ശരീരത്തിൻ്റെ സംസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ തലയിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് സ്നാനം ചെയ്യണം. കൊലപാതകിയായിട്ടുള്ള ആളുടെ തലയിൽ ചവിട്ടി നിന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് സ്നാനം ചെയ്യണം എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു അർജുനൻ പാഞ്ചാലിയെ എന്നാണ്. ഇപ്പം 6 തരത്തിൽ ആദത്തായി എന്ന് പറഞ്ഞാൽ കൊലപാതകി 6 തരത്തിലാണ് മഹാപാതകങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് ഒരു വീടിന് തീ വയ്ക്കുന്നവർ, പിന്നെ വിഷം കൊടുക്കുന്ന ആൾ, പിന്നെ ഇത് ഒരാളെ ആയുധമില്ലാത്ത ഒരാളെ ഉപദ്രവിക്കുന്നത് എന്നാണ്. മറ്റുള്ളവരുടെ ധനം അപഹരിക്കുന്നത്, പിന്നെ കൃഷിയൊക്കെ നശിപ്പിക്കുന്നത് എന്ന്. അത് ഒരു പത്നിയെ ഒരാളുടെ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത്, ഇതെല്ലാം ആരാണെങ്കിലും ഒരു ബ്രാഹ്മണനാണെങ്കിൽ, അതായത് ബ്രാഹ്മണൻ്റെ ആ പ്രവൃത്തിയല്ല ചെയ്യണത്, ബ്രഹ്മബന്ധുവാണ്. ഇപ്പം അതായത് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചെങ്കിലും ബ്രാഹ്മണ സംസ്കാരമില്ലാത്ത ആളെ ബ്രഹ്മബന്ധു എന്ന് പറയണത്. അങ്ങനെയുള്ള ബ്രഹ്മബന്ധുവായിട്ടുള്ള ആ അശ്വത്ഥാമാവിൻ്റെ ശിരസ് കൊണ്ടുവരും ഞാൻ കൊല്ലും അശ്വത്ഥാമാവിനെ എന്നാണ് അർജുനൻ പറയണത്. പാഞ്ചാലിക്ക് സമാധാനിപ്പിക്കാൻ അർജുനൻ പറഞ്ഞ വാക്കുകളാണിത് എന്നാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഭഗവാന്റെ കരുണ കൊണ്ട് നമുക്ക് ഇത്രയും ഭാഗങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇപ്പോൾ ഇവിടെ നിർത്താം. ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾക്ക് വീണ്ടും ആരംഭിക്കാം. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.